ഇത്രയും വലിയൊരു സാധനം പണിത് വെച്ചേക്കുന്നത് അവന്റെ കുട്ടിക്കളിയായിട്ടാണ് നിനക്ക് തോന്നുന്നത്. സെന്നെക്സ് അല്ല, നീ ടോപ്പിക് ഒന്നും മറ്റല്ലേ മോനെ, അത് മറ്റേ ക്യാമ്പ് ഫയർ ആണെന്ന് നമുക്കറിയാം. ഇത്രയും കോടിക്കണക്കിന് ഇത്രയും സ്ഥലം മുടക്കി അവൻ പണിത് വെച്ചിട്ട് നാണ്ട പൂവും കായും മരവും ഒക്കെ പണിത് വെച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ കേട്ടോ. സ്വിമ്മിംഗ് പൂളില് സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ ഇതാണ് ചെയ്യുന്നത്. എന്തോ കുട്ടിക്കളിയാണ്, കുട്ടിക്കളി. ഇത്രയും വലിയ പൈസയും മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടിക്കളിയാണ് അത്ര. കുട്ടിക്കളി വില അറിയാവിന്. ഓ, നമ്മൾ അപ്പുറത്തൂടെ ഇറങ്ങി ഇപ്പുറത്തൂടെ. ട്രക്ക് വേണ്ടവർ പ്രേതപ്പെടുക, ബന്ധപ്പെടുക എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ് ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ. ഇതൊരു മജിലിസ് ആണ്, നമ്മളെ മന്തിയൊക്കെ തിന്നുന്ന പരിപാടിയില്ലേ. മന്തി പരിപാടിയോ? അല്ലേ വേണ്ട, നീ ബന്ധപ്പെടാനായിട്ട് എന്റെ അടുത്ത് ആരെങ്കിലും ബന്ധപ്പെടാൻ റെഡിയാണെന്നൊക്കെ ചോദിച്ചോളെ, പിന്നെ അത് ഗ്യാങ് വാറാവും. മോനെ മന്തി ഉണ്ടടാ, മന്തി. എടാ സിറ്റ് കഴിഞ്ഞാടാ. സിറ്റി കഴിഞ്ഞാണോ? സിറ്റിയിലല്ലേ മോനെ നിക്കുന്നേ? സിറ്റ് ഇല്ല, സിറ്റ്. ഓ, സിറ്റുവേഷൻ. മോനെ മന്തിയൊക്കെ ഉണ്ടോടാ ഗ്യാങ്ങോസി? ഇതൊരു മജ്ലിസ്. നമ്മള് ഇവിടെ കുറച്ച് സ്പേസസ് ആയിട്ടാണ് നമ്മളൊരു ഈ പ്രൈവറ്റ് ഐലൻഡിന്റെ ഒരു സബ് ഐലൻഡ് കൂടെ. പുള്ളിയുടെ കാലിരിക്കുന്ന എന്താ, ഫുട്ബോൾ ആണോ ലോഗോ ആണോ? ഗ്ലോബ് അല്ലേ? ഓ, ലോകം കാൽ കീഴിൽ. അയ്യോ, ഓ, ലോകം കാൽ കീഴിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അതെ. പുള്ളിയാണല്ലോ എല്ലാത്തിന്റെ ഓ MRC-യുടെ എല്ലാം. വീഡിയോ തരല്ലേ? താളം അടിക്കാതെ സിറ്റുവേഷൻ ആയി. വണ്ടി കയറ്. എടാ ഞാൻ ഇതൊന്ന് ഡീലാക്കിട്ട് അപ്പോ അതെന്നാ വർത്താനമാണോ പറഞ്ഞവൻ? എല്ലാത്തിനും എല്ലാം അതെന്തോ സെന്നെക്സ് താളം അടിക്കാറെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. സെന്നെക്സ് അത് എന്നോടല്ലേ പറഞ്ഞേ? നിന്നോടാണോ പറഞ്ഞേ? നിന്നോടാണോ പറഞ്ഞെങ്കിൽ നമ്മളിപ്പോ നിന്നെ തൂക്കും. ജോക്കി എന്നോട് അവര് വന്നിട്ട് പറഞ്ഞത് ജോക്കി കേട്ടില്ലേ? എന്തോ കേട്ട? ഞാൻ കേട്ടില്ല. താളടിച്ചോതിരിക്കാതെ സിറ്റുവേഷന് പോയ. അതെന്തൊരു വർത്താനമാണോ പോയത്? എന്നിട്ട് ജോക്കി എന്നോട് അല്ലല്ല രണ്ട് സൈഡിൽ നിന്ന് എനിക്ക് ഇത് നീ സിറ്റുവേഷന് പോവായിരിക്കോ? ഗാങ് ഹൗസ് കാണാൻ വരണോന്നും പറഞ്ഞ് എന്നെ ഷെയ്ക്കാണ് വിളിച്ചത്. ഗാങ് ഹൗസ് കാണാൻ വേണ്ടി ഞാൻ ഞാനല്ല പറഞ്ഞേ, അവ എന്നോടാ പറഞ്ഞേ. താളം അടിച്ചോണ്ടിരിക്കുന്നത് നീ നമ്മളടുത്തല്ലേ താളം അടിച്ചോണ്ടിരിക്കുന്നേ? അതെന്തോ സെന്നെക്സ് ചെയ്ത്? നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് അല്ലായിരുന്നു? നമ്മളെ വീട്ടിലെ ഗസ്റ്റ് അല്ലായിരുന്നു സെന്നെക്സ്? അത് ഞാൻ നിങ്ങളെ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത് ആരാ സെന്നെക്സ് പറഞ്ഞേ? അത് നമുക്ക് അറിയില്ല. നോക്കട്ടെ, അറിയില്ല. ആരാടാ താളം അടിക്കല്ലെന്ന് പറഞ്ഞേ? ഹലോ, ആ ഒരു സിറ്റുവേഷനില്ല ഇപ്പൊ. ഞാൻ ഇത് ചോദിച്ചാൽ എനിക്ക് തല്ലുള്ളൂ. നമുക്ക് തൽക്കാലം ബാക്കി കാണാം. ബാക്കി കാണാൻ താല്പര്യമില്ല സെന്നെക്സ്. ബാക്കി കാണാൻ താല്പര്യമില്ലടോ നമുക്കേ. ജോക്കി വേറെ ഇതിലും വലിയ താളം അടിക്കാനുള്ള പരിപാടികളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പരിപാടികൾക്ക് പോകണം. ജോക്കി ഞാൻ ജോക്കിനോട് പറഞ്ഞില്ല. എന്റെ പൊന്നു മോനെ, ഞാൻ മോന്റെ അടുത്ത് വല്ലതും പറഞ്ഞോടാ കൂട്ടാ? നിന്നോടല്ലടാ സെന്നെക്സേ. അല്ല, എന്നോടാ പറഞ്ഞേ. ജോക്കി അങ്ങനെ വേണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് വേണമെന്നേ. വേറെ പരിപാടിയുണ്ട്. എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് അറിയാവോ? ഇത് മീറ്റിങ്ങിന് പോണോ ഇനിയിപ്പോ? നമുക്ക് മീറ്റിംഗിന് പോണോ? നേരെ കേക്കെ വിളിച്ചോണ്ടിരിക്കുവാന്നേ. ഇത് അയാളുടെ താളോടിയാണ് സഹിക്കാൻ വയ്യ. കേക്കെ, ഹലോ കേക്കെ വരുവോ? ഒരു 5 മിനിറ്റ് ഇതാ വിളിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയേക്കട്ടെ. നീ സിറ്റുവേഷന് പോയിരിക്കണ്ട. നീ താളം അടിച്ച് സിറ്റുവേഷൻ കളയണ്ട. എന്തായാലും പോയി ഗണ്ണുണ്ടായിരുന്നോ സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടിട്ട്? അത് കടം വാങ്ങിച്ചു? കൺസൈൻമെന്റ് അടിച്ചോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ റോഡിലോട്ടൊന്ന് വിടുവോ? ഒരു വണ്ടി ഉണ്ടെങ്കിൽ. അല്ല, ഇപ്പൊ ഒരു കൺസൈൻമെന്റ് അടിച്ചായിരുന്നു. നിങ്ങൾ കടം കൊടുത്തു കണ്ണ്? കാശ് കൊടുത്താൽ കിട്ടുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. അല്ല, അതെന്തായാലും പറഞ്ഞല്ലേ അവൻ ആശിച്ചെടുത്തു തരും. വേണ്ട. അതെന്തായാലും വല്ലാത്തൊരു വർത്താനമായില്ലേ അത് വേണ്ട. പറഞ്ഞവനാരാ? അറിയില്ല, എനിക്ക് അറിയില്ല അങ്ങനെ. ഓ, ഇത് എന്തുവാ ഇത്? ലോറി? മോനെ എന്നാലും ആ താളം അടിക്കലെന്ന് പറഞ്ഞ ആരാടാ പോയി? എടാ അല്ല, ജോക്കി നിങ്ങളോടല്ല പറഞ്ഞേ. നിന്റെ അടുത്ത് തന്നെ പറഞ്ഞത്. എന്റെ അടുത്ത് കാണാൻ പറഞ്ഞ മോന്റെ അടിച്ചാൻ തിരിച്ചാനെ.
വണ്ടി വണ്ടി ലോക്കല്ലല്ലോ. ഒന്നുമില്ലോ കേറാൻ പറ്റുന്നില്ല. കേറാൻ പറ്റുന്നില്ലല്ലോ മോനെ. ഇവിടെ നിന്നായിരിക്കും ഞാൻ മുന്നോട്ടേക്ക്. ജോക്കി കേറ് ജോക്കി. ഇത് കേറാനായിട്ട് ഒരു മിനിറ്റ്, ഇത് എവിടെ കേറാനാണോ ഇത്? ഒരു മനെ മനെ എടാ ഒന്ന് നിക്കടാ, കേറട്ടാ. ഇത് കേറാൻ പറ്റും. ഫ്രണ്ട് സീറ്റ് കയറി ചേഞ്ച് സീറ്റ് അടിച്ചാൽ സീറ്റ് അടി. ആ കേറി ചേഞ്ച് സീറ്റ് അവിടെ കേറാൻ പറ്റുന്നില്ല. അല്ല അവൻ പാവം, അവനെ ഞാനൊന്നും പറയുന്നൊന്നുമില്ല. എടാ സിറ്റുവേഷൻ ഞാനൊരു കാര്യം പറയട്ടെ. ഗ്യാങ് ഹൗസിൽ വന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മള് ഞാൻ ഉണ്ടിനകത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ വന്നിട്ട് താളം അടിക്കാതെ ഇല്ല താളം അടിക്കാതെ സിറ്റുവേഷൻ കാണാന്ന് പറയുന്ന സമയത്ത് നമ്മളെ അവൻ ഗൈഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവനറിയാം ഗ്യാങ് ഹൗസ് കാണാൻ വന്നേക്കുന്നതെന്ന്. അപ്പൊ ആ വർത്താനം അടിക്കുന്ന സമയത്ത് അത് ബാഡാണ്, പക്ഷെ സിറ്റുവേഷൻ ആക്കുള്ള ബാഡൊന്നുമില്ല. പിന്നെ അത് ആരാ അടിച്ചതെന്ന് വെച്ചാൽ അവൻ പിന്നെ കണ്ടോളാം.